ആകുലതകൾ, ടെൻഷനുകൾ എല്ലാവർക്കും ഉണ്ടാകും. ഇത് ആകുലതകളുടെ കാലഘട്ടമാണ്. പരീക്ഷകൾ ആരംഭിച്ചു. അപ്പോൾ പഠിക്കുന്ന എല്ലാ മക്കൾക്കും ഇന്നത്തെ പരീക്ഷയെക്കുറിച്ചും അതുപോലെ ആ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നല്ല ഒരു ടെൻഷനുണ്ടാകും. ആകുലതകൾ ഉണ്ടാകണ്ട എന്നല്ല, അതെല്ലാവരും ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനെ തലയിൽ കയറ്റി വെക്കരുതെന്ന് മാത്രമാണ് പറയാനുള്ളത്. അങ്ങനെ അത് ശിരസിൽ കയറി, അതുപോലെ നമ്മുടെ ഉള്ളിൽ കയറി നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളയാതെ നോക്കണം. അതുപോലെ നമ്മുടെ ആരോഗ്യം ഇല്ലാതാക്കാതെ നോക്കുന്ന ഒരു സമ്പ്രദായം നമുക്കുണ്ടാകും. ഈ ആകുലതകൾ വന്ന് ചിലരൊക്കെ ഭക്ഷണം പോലും കഴിക്കാതെ ആരോഗ്യമില്ലാതെ രോഗികളായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ആകുലതകളാണ് നമ്മളെ രോഗാവസ്ഥകളിലേക്ക് നമ്മൾ നയിക്കുന്നത്. പല രോഗങ്ങൾക്കും കാരണം ഈ ആകുലതകളും ടെൻഷനുകളൊക്കെ എന്തോരം ടെൻഷൻ അടിച്ച് കളയുന്നത്. 3 കാര്യങ്ങൾ ചെയ്യാനാണ് കർത്താവ് പറയുന്നത്. ആദ്യമായിട്ട് നിനക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നീ ചെയ്യുക. നമുക്കൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പരീക്ഷയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നു, ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാം. രണ്ടാമതായിട്ട് സറണ്ടർ ടു ഗോഡ്, ദൈവത്തിലേക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കുക. നമ്മൾ ആ ദൈവത്തിൻ്റെ അരികെ വന്ന്, ദൈവമേ ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി നിന്റെ കയ്യിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ശാന്തമാകാൻ, ദൈവസന്നിധിയിൽ ശാന്തമാകാൻ ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആക്സെപ്റ്റ് വാട്ട് ഈസ് ദ റിസൾട്ട്, സ്വീകരിക്കുക. എന്ത് വന്നാലും സ്വീകരിക്കാനുള്ള മനോഭാവം മനസ്സിലുണ്ടാകുക. തോറ്റു, അതുകൊണ്ട് ജീവിതമൊന്നും പോകുന്നില്ലല്ലോ, അല്ലെങ്കിൽ അടുത്ത തവണ ഒന്നും കൂടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും. അങ്ങനെ ഒരു മനോഭാവം നമുക്കുണ്ടാകുക. നമ്മുടെ മനസ്സിലെ ഒരു ചിന്ത, ഞാൻ തോറ്റു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന ചിന്തയാണ് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. തോക്കണമെന്നല്ല പറയുന്നത്, അതിനെ സ്വീകരിക്കാനുള്ള മനോഭാവം. എന്തിനേയും സ്വീകരിക്കാൻ, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എന്നെ സഹായിക്കും, എൻ്റെ ദൈവത്തിനെ കൈപിടിച്ച് നടക്കണേ, അതുകൊണ്ട് ഞാൻ വീണിടത്ത് കിടക്കില്ല, എഴുന്നേറ്റ് നടക്കുമെന്ന ചിന്തയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നമ്മൾ ഈ 3 കാര്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആകുലതകൾ പതുക്കെ മാറ്റിവെച്ച് നല്ലൊരു ആരോഗ്യമുള്ള, സന്തോഷമുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. പ്രാർത്ഥിക്കാം.